പത്തനംതിട്ട ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നത് തിരുവല്ല താലൂക്കിലെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലാണ്. തിരുവല്ല തിരുമൂലപുരത്തു നിന്നും സുജു ടി ബാബു ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. സുജു, നിലവിൽ അവിടുത്തെ സാഹചര്യം ഇപ്പോഴും ഒരു ആശ്വാസകരമല്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇപ്പോഴും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണോ, അതോ വെള്ളം ഇറങ്ങി പോകുവാൻ സാധിക്കുന്നില്ലേ? എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ അവിടെ? സിന്ധൂരി, ഷാജഹാൻ റിപ്പോർട്ട് ചെയ്ത അവിടെ കുട്ടനാട് മാത്രമല്ല അപ്പർ കുട്ടനാടും രക്ഷപ്പെടണമെങ്കിൽ അതെന്താണ് മാർഗം എന്നാണ് ഷാജഹാൻ പറഞ്ഞത്. ഇവിടെ അപ്പർ കുട്ടനാട് മേഖലയാണ് പത്തനംതിട്ട തിരുമൂലപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. ഇവിടെ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് വാർഡ് മെമ്പർ MC അനീഷൂടെ ചേരുന്നുണ്ട്. അനീഷിലൂടെ നമുക്ക് ആ വീടുകളിലേക്ക് പോകാമെന്നാണ്. അനീഷെ, ഇപ്പോഴിവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല, ദൃശ്യങ്ങളിലൂടെ കാണിക്കാം. ഇവിടെ തിരുവല്ല നഗരസഭയുടെ കീഴിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ പ്രളയകാലത്തും സാധാരണ മഴക്കാലത്തും വലിയ പ്രളയം ഉണ്ടാവണമെന്നില്ല, സാധാരണ മഴക്കാലത്തും വെള്ളം കയറുന്നൊരു ഇടമാണ് ഈ അടുമ്പട, യമുനാകുഴി, ഇടമനത്തറ, മംഗലശ്ശേരി, പുളിക്കത്ര കുഴി ഭാഗങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ വീടുകളുള്ള ഒരു ഉന്നതിയാണ് ഈ ഉന്നതി. ഈ ഉന്നതിയിൽ 125ഓളം വീടുകളാണ്. മൊത്തം 300ഓളം കുടുംബങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ വെള്ളത്തിലാക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ വരാൽത്തോട് മുല്ലേലിത്തോട് നീരൊഴുക്കില്ലാത്തതാണ്. വരാൽത്തോട് മുല്ലേലിത്തോട് ഭാഗം നീരൊഴുക്കില്ലാത്തതിനൊരു കാരണം അവിടെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ ആ തോടുകൾ അടയ്ക്കപ്പെട്ട് തോടുകൾ പൂർണ്ണമായും നീരൊഴുക്കില്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു സിന്ധൂരി, അനീഷ് ഈ വിവരം പറയുമ്പോൾ അവിടുത്തെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ അനീഷിന്റെ നേതൃത്വത്തിൽ ഈ ഉന്നതിയിലുള്ള ആളുകളെല്ലാം തന്നെ തിരുവല്ല മുനിസിപ്പാലിറ്റി ഉപരോധിച്ച് സമരം നടത്തി. അന്ന് നമ്മൾ കൊടുത്ത മുന്നറിയിപ്പ്, അന്ന് നിങ്ങൾ കൊടുത്ത മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി അല്ലേ? അതെ, ഇത് നമ്മളെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് നടക്കും. കാരണം ആ ആളുകളുടെ വീടുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് പ്രതിസന്ധി നേരിടുന്നു. നഗരസഭയോട് നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, ഈ തോടുകൾ ക്ലീൻ ചെയ്ത് തരണമെന്നും നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധമായ അനുകൂലമായ നിലപാട് എടുക്കുന്നില്ല. ഇത് വലിയ മഴക്കാലത്തുണ്ടാകുന്ന പ്രതിസന്ധി മാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മഴക്കാലത്തും ഈ പാവങ്ങൾ SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ്. സ്കൂളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ്. 400ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. ഇതെല്ലാ മഴക്കാലത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നു. കാരണം കോട്ടത്തോട്, വരാൽത്തോട് ക്ലീൻ ചെയ്യാത്തത് മാത്രമാണ്. വളരെ ചെറിയ പണം മുടക്കി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. എന്നിട്ട് പോലും നഗരസഭ ചെയ്യുന്നില്ല. ചേട്ടാ, വീട്ടിലേക്ക് നോക്കാൻ വന്നതായിരിക്കും. വീടിനകത്ത് നോക്കാനായിട്ട് വന്ന വീടിൻ്റെ അകത്ത് സാധനങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ വീടിനകത്ത് അരയറ്റം വെള്ളമുണ്ട്. നമുക്കിപ്പോൾ അതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. കഥമെല്ലാം ജാമായി നിൽക്കുകയാണ്. പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം പൊങ്ങി കയറുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആയിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ അനീഷ് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് എല്ലാ വർഷവും ഇത് തന്നെയാണ്. എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഇതുപോലെ ഓരോ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. പിന്നെ നമ്മൾ ഉണ്ടാക്കും തോറും പിന്നെ ഓരോ വർഷം ചെല്ലുമ്പോഴത്തെ ഇങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം. ആയിരിക്കുമല്ലോ, എല്ലാം ലോണാണ്. വീട് വരെ ലോണാണ്. വീട് ഇരുത്തിയെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല ഇനി നമുക്ക്. വെള്ളം താണാലും ബാക്കിയുടെ അറിയത്തുള്ളൂ. നമുക്ക് നല്ലപോലെ ഇരുത്തിയിട്ടുണ്ട് വീട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം താഴെ കഴിയുമ്പോഴത്തേക്ക് അറിയാം ബാക്കി ഇനി എന്തൊക്കെ സംഭവങ്ങൾ പോയിട്ടുണ്ടെന്ന്. കാരണം ഇവിടുത്തെ ഈ പ്രദേശവാസികളെല്ലാം ഇത് തന്നെയാണ്. ചേട്ടൻ്റെ മോള് മോള് പറയുമായിരുന്നു വെള്ളം കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരി ഈ വെള്ളം വരുന്ന കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ തല ഇറങ്ങി വീണതാണ്. പുള്ളിക്കാരി ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് അത് ഇന്നാണ് ഡിസ്ചാർജ് ആയത്. ക്യാമ്പിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാമ്പിൽ തന്നെ അവർ പറയുന്നു ഇവിടെ കിടക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആനുകൂല്യങ്ങൾ. അതെന്താ? അപ്പം സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നോക്കരുത്. കാരണം ഇതുപോലെ നമ്മുടെ വെള്ളം കയറിയ വീട്ടുകാർക്ക് ക്യാമ്പിൽ ചെല്ലുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ക്യാമ്പിൽ ചെല്ലുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ കിടക്കുന്നവർക്ക് ആനുകൂല്യം ഉള്ളതെന്ന്. അവിടെ കിടക്കാനുള്ള സൗകര്യമില്ല. കാരണം അതിന് ഫുഡില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടെ. നമ്മുടെ മെമ്പറാണ് ഇത് നിൽക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പം ഈ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. ചേട്ടൻ വെള്ളത്തെ അധികം നേരം നിൽക്കേണ്ട. അപ്പം മുകളിൽ നമുക്ക് ആ മുകളിലും ആൾക്കാർ നിൽപ്പുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, സേഫാണോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ആ വീടിൻ്റെ ആ മുകൾ ഭാഗം വരെ വെള്ളം വന്നെന്ന് തോന്നില്ലേ? ഷീറ്റിൻ്റെ താഴെ വരെ. ഇപ്പം സിന്ധൂരി, ആ ചേച്ചി മുകളിൽ വിളിക്കുന്ന ആ ഷീറ്റിൻ്റെ താഴെ വരെ വെള്ളം വരുമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ താഴത്തെ നില പൂർണ്ണമായിട്ട് മുങ്ങി. അന്വേഷിച്ച് നമ്മൾ പറഞ്ഞു വന്ന ആ ചേച്ചി പറയുന്നത് പ്രഷർ കേൾക്കുക, ക്യാമ്പിൽ പോകാൻ പറ്റില്ല. അവിടുത്തെ ചേട്ടൻ പാരലൈസ്ഡ് ആയിട്ട് തളർന്ന് കിടക്കുന്നുണ്ടാണ് ക്യാമ്പിൽ പോകാത്തത്. ഇപ്പം വന്ന മനുഷ്യൻ പറഞ്ഞ എല്ലാ വർഷം മുങ്ങുന്നതിൻ്റെ കാരണമാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. എനിക്ക് ക്യാമ്പിൽ വലിയ പരാതിയും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിഹരിച്ചെന്നു നിങ്ങളുടെ DYFIയുടെ നേതൃത്വത്തിൽ? അതെ, നിലവിൽ CM തൊട്ടടുത്തൊരു ക്യാമ്പിൽ വരികയും MLA ക്യാമ്പിലേക്ക്, അതായത് തിരുവല്ല നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ഒരു ക്യാമ്പാണ്. MLA മുഖ്യമന്ത്രി എത്തുമെന്ന് പറഞ്ഞ് മുഴുവൻ ജനങ്ങളും കൂടി കാത്തുനിന്നതിന് ശേഷം
മുഖ്യമന്ത്രി അവിടെ കയറാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് അവിടെ ക്യാമ്പിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. 2018 പ്രളയത്തിനുണ്ടായതുപോലുള്ള ഒരു സൗകര്യങ്ങളും ക്യാമ്പിലേക്ക് ലഭിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ക്യാമ്പ് നമ്മളെല്ലാം തന്നെ പുറത്തുനിന്ന് പണം കണ്ടെത്തിയൊക്കെയാണ് ഈ ക്യാമ്പിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ വർഷവും ഈ പ്രതിസന്ധി ഇവിടെ നേരിടുന്നുണ്ട്. ഇതാണ് സിന്ധുരി, ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലർ MC അനീഷ് തന്നെയാണ് പറഞ്ഞത്. ഈ ചേട്ടൻ പറഞ്ഞ അവരുടെ ദുരിതം പറഞ്ഞു. നമുക്കറിയാം ഈ നാട് ഇപ്പോഴും ദുരിതത്തിലാണ്. വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിലും ആശ്വാസം ലഭിക്കണമെങ്കിൽ പൊഴിമുറിക്കുക മാത്രമല്ല ഈ മുനിസിപ്പാലിറ്റി ഈ ജനങ്ങളുടെ കണ്ണീർ കാണേണ്ടതാണ്. ഇവർ നേരത്തെ സമരം നടത്തി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ എല്ലാ വർഷവും പ്രളയമാണ്. അതുകൊണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. ശരി സുജു, വ്യക്തമാണ് കാര്യങ്ങൾ. ഇപ്പോൾ സുജുവിനോടൊപ്പം സുജു കാണിച്ച ദൃശ്യങ്ങളും അദ്ദേഹത്തിനോട് പ്രതികരിച്ച വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നത്, അവിടെയുള്ള ഓരോരുത്തരും പറയുന്നത് ആ ഒരു ദുരന്തം ഒഴിയുന്നില്ല. അതിങ്ങനെ കാലങ്ങളായി തുടരുകയാണ്. മുന്നറിയിപ്പുകൾ അവർ തന്നെ കൊടുത്തു, തങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന്. അപ്പോഴും കാര്യമായ ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിന്റെ ദുരന്തം കൂടിയാണ് ഇപ്പോൾ അവിടെയുള്ള ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. സുജു ടി ബാബുവാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്.